Hello everyone. Today we are going to learn one of the most important grammar topics in English, active voice and passive voice. Many students feel this topic is difficult, but don't worry. I will explain it very clearly, very simply, step by step. After this lesson, you will confidently change sentences from active voice to passive voice. What's active voice? A sentence is in active voice when the subject does the action. സബ്ജക്റ്റ് തന്നെയാണ് പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ഇംഗ്ലീഷ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ. മലയാളം. അവൾ ഒരു കത്ത് എഴുതുന്നു. വാട്ട് ഈസ് പാസീവ് വോയിസ്? A sentence is in passive voice when the action is done to the subject. The doer, that is subject, is not important or is mentioned at the end. മലയാളം. സബ്ജക്റ്റിന് പ്രവർത്തനം ലഭിക്കുമ്പോൾ ആ സെന്റൻസ് പാസീവ് വോയിസ് ആണ്. പ്രവർത്തനം ചെയ്യുന്ന ആളെ ചിലപ്പോൾ പറയില്ല, അല്ലെങ്കിൽ അവസാനം പറയും. ഇംഗ്ലീഷ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ. മലയാളം. ഒരു കത്ത് അവൾ എഴുതപ്പെടുന്നു. Why is it called passive voice? It's called passive voice because the subject does not act, it only receives the action. സബ്ജക്റ്റ് പ്രവർത്തനം ചെയ്യാതെ പ്രവർത്തനം ഏറ്റുവാങ്ങുന്നത് കൊണ്ട് ഇതിനെ പാസീവ് വോയിസ് എന്ന് വിളിക്കുന്നു. Why do we use passive voice? We use passive voice when the doer is unknown, when the doer is not important, when the action is more important. In formal writing, reports, news, notices. പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് പ്രവർത്തനം ചെയ്യുന്ന ആളെ അറിയില്ലെങ്കിൽ, പ്രവർത്തനം ചെയ്യുന്ന ആളിന് പ്രാധാന്യമില്ലെങ്കിൽ, പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൂടുതൽ. റിപ്പോർട്ട്, ന്യൂസ്, നോട്ടീസ് പോലുള്ള ഔദ്യോഗിക എഴുത്തുകളിൽ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നു. Tenses which can be changed into passive voice. Simple present tense. Simple present tenseൽ ഈസ്, ആം, ആർ പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ്. ഷീ ക്ലീൻസ് ദ റൂം. മലയാളം. അവൾ മുറി വൃത്തിയാക്കുന്നു. ഇംഗ്ലീഷ്. ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ഹെർ. മലയാളം. മുറി അവളാൽ വൃത്തിയാക്കപ്പെടുന്നു. ദാറ്റ്സ് പാസീവ് വോയിസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഹി റോട്ട് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതി. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. ഒരു കത്ത് അവനാൽ എഴുതപ്പെട്ടു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വിൽ ബി പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഷീ വിൽ ഓപ്പൺ ദ ഡോർ. അവൾ വാതിൽ തുറക്കും. ദ ഡോർ വിൽ ബി ഓപ്പൺഡ് ബൈ ഹെർ. വാതിൽ അവളാൽ തുറക്കപ്പെടും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ്, ഹാവ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നു. ദേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. അവർ ജോലി പൂർത്തിയാക്കി. ദ വർക്ക് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ ദം. ജോലി അവരാൽ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഷീ ഹാഡ് കുക്ക്ഡ് ദ ഫുഡ്. അവൾ ഭക്ഷണം പാചകം ചെയ്തിരുന്നു. ദ ഫുഡ് ഹാഡ് ബീൻ കുക്ക്ഡ് ബൈ ഹെർ. ഭക്ഷണം അവളാൽ പാചകം ചെയ്യപ്പെട്ടിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വിൽ ഹാവ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. അവൻ ജോലി പൂർത്തിയാക്കിയിരിക്കും. ദ വർക്ക് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ബൈ ഹിം. ജോലി അവനാൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കും.
Present continuous tense. Present continuous tenseൽ being plus V3 ഉപയോഗിക്കുന്നു. She is reading a book. അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. A book is being read by her. ഒരു പുസ്തകം അവളാൽ വായിക്കപ്പെടുകയാണ്. Past continuous tense. Past continuous tenseൽ was അല്ലെങ്കിൽ were being plus V3 ഉപയോഗിക്കുന്നു. He was painting the wall. അവൻ മതിൽ പെയിന്റ് ചെയ്യുകയായിരുന്നു. The wall was being painted by him. മതിൽ അവനാൽ പെയിന്റ് ചെയ്യപ്പെടുകയായിരുന്നു. Tenses which cannot be changed into passive voice. That's future continuous tense. Future continuous tense cannot be used in passive voice because it focuses on the ongoing nature of the subject's action in the future, and English avoids the heavy form will be being plus V3 in real usage. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പാസീവ് വോയിസ് സാധാരണയായി ഉപയോഗിക്കാറില്ല. കാരണം വിൽ ബി ബീയിങ് പ്ലസ് V3 എന്ന രൂപം വളരെ ബുദ്ധിമുട്ടുള്ളതും ഉപയോഗിക്കാത്തതുമാണ്. അതിനാൽ ഈ ടെൻസിൽ പാസീവ് വോയിസ് ഒഴിവാക്കുന്നു. എക്സാമ്പിൾ, ഷീ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. പാസീവ് ഫോം ഈസ് അവോയ്ഡഡ്. Perfect continuous tenses. Present perfect continuous, past perfect continuous, future perfect continuous. Perfect continuous tenses cannot be changed into passive voice because these tenses show duration of action, not completion of action. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ പ്രവർത്തനത്തിൻ്റെ ദൈർഘ്യം കാണിക്കുന്നതിനാൽ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സാധിക്കില്ല. പാസീവ് വോയിസ് ഈസ് യൂസ്ഡ് വെൻ ദ ആക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദ ഡൂവർ. Only tenses with a clear object and completed action can be changed into passive voice. പ്രവർത്തനം പ്രധാനമാകുമ്പോൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നു. ഒബ്ജക്റ്റ് ഉള്ളതും പൂർത്തിയായ പ്രവർത്തനമുള്ളതുമായ ടെൻസുകൾക്കാണ് പാസീവ് വോയിസ് സാധ്യമാകുന്നത്. താങ്ക് യു. കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിംഗ്.